നമസ്കാരം. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ എല്ലാം കഴിഞ്ഞ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞ് ഫലങ്ങൾ പുറത്തു വന്നതിൽ നിന്ന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം, കാരണം കേരളത്തിൽ UDF വമ്പൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത്ര സന്തോഷമുള്ളൊരു കാര്യമല്ല. കാരണം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഭരണമായിരിക്കും ഇനി നടക്കുവാൻ പോകുന്നതെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇതിൽ സന്തോഷം തരുന്നൊരു കാര്യം, കൃത്യമായ 2 വ്യക്തികളെ കേരളത്തിൻ്റെ പൊതുമണ്ഡലങ്ങളിൽ വളരെ പ്രമുഖരാണെന്ന് സ്വയം ധരിച്ചിരുന്ന 2 വ്യക്തികളെ അവരുടെ സ്ഥാനം എന്താണെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം. അത് മറ്റാരുമല്ല, NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരും SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനുമാണ്. അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും പൊതുമണ്ഡലങ്ങളിൽ യാതൊരു സ്ഥാനവുമില്ല, യാതൊരു വിലയുമില്ല എന്നുള്ള തരത്തിലുള്ള കൃത്യമായ നീക്കങ്ങൾ മുസ്ലിം ലീഗ് നടത്തി അവരെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ച് തൊടുപുഴയിൽ ആരടായി വെള്ളാപ്പള്ളി, ആരടായി സുകുമാരൻ നായർ എന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി അസഭ്യവർഷം നടത്തി കോലം കത്തിച്ച് അവരുടെ സ്ഥാനം മുസ്ലിം ലീഗുകാർ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാം, ഹൈന്ദവ സമുദായത്തിലെ 2 നേതാക്കന്മാരെ മുസ്ലിം ലീഗുകാർ അല്ലെങ്കിൽ ജിഹാദികൾ അപമാനിക്കുമ്പോൾ എനിക്കെന്തുകൊണ്ടാണ് സന്തോഷമെന്നുള്ളത്. അവരെ ഹൈന്ദവ സമുദായത്തിലെ നേതാക്കളായി കണക്കാക്കുവാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണം അവരുടെ പ്രവർത്തികളാണ്. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകളിൽ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ, അതായത് ഹൈന്ദവ സമൂഹം ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന, കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കൃത്യമായി ഹൈന്ദവ സമൂഹത്തിന് നേരെ മുഖം തിരിച്ചു നിന്ന് ഹൈന്ദവ സമൂഹത്തെ ചതിച്ച 2 സമുദായ നേതാക്കന്മാരാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും. ഈ പേര് ഞാൻ പറഞ്ഞ ഓർഡർ വളരെ ബോധപൂർവം പറഞ്ഞതാണ്. കാരണം ഈ ചതിയിൽ സുകുമാരൻ നായരാണ് ഒരു പടി മുൻപിൽ നിൽക്കുന്നത്, വെള്ളാപ്പള്ളി ഒരു പടി പിന്നിലാണ്. എന്നാലും ചതിയുടെ കാര്യത്തിൽ ചതി തന്നെയാണ്. പിണറായി വിജയനോടൊപ്പം കൂട്ടുചേർന്ന് അതും ഹൈന്ദവ ധ്വംസനം ഒരു വിനോദമാക്കി മാറ്റിയ, അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ഒരു സ്വഭാവമാക്കി മാറ്റിയ പിണറായി വിജയനോട് ശബരിമലയിൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെ വിസ്മരിച്ചോ തമസ്കരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടോ ഒപ്പം കൂടിയ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഹൈന്ദവ സമൂഹത്തെ ചതിക്കുക തന്നെയായിരുന്നു. അതുകൊണ്ട് അവർ UDFന് പിന്തുണ കൊടുക്കണമെന്നാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്? അല്ല. UDFും ഹൈന്ദവ ദംശനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമൊന്നുമല്ല. കൃത്യമായിട്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്ന VT ബൽറാമിനെ പോലുള്ള ജിഹാദി കളിപ്പാവകളുടെ പ്രവർത്തികളും വാചകങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കൃത്യമായി നിങ്ങൾക്കതും മനസ്സിലാകും. പക്ഷേ അവർ പിന്തുണയ്ക്കേണ്ടിയിരുന്നത് BJP ആയിരുന്നു. അവർ പിന്തുണച്ചില്ല. ആരെയും പിന്തുണയ്ക്കാതെ അവർക്ക് മാറി നിൽക്കാമായിരുന്നു. അതും ചെയ്തില്ല. കൃത്യമായ ഹൈന്ദവ സമൂഹത്തെ അവർ ചതിച്ചു. അതിൻ്റെ ഫലം അവരിപ്പോൾ അനുഭവിക്കുന്നു. ഇനി എന്താണ് മുന്നോട്ടുള്ള അവരുടെ ഒരു ഭാവി എന്ന് ചോദിച്ചാൽ, അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനില്ല. കാരണം 2 പേരും ഏതാണ്ട് ജീവിത സായാഹ്നങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷങ്ങൾ ജീവിച്ചിരിക്കട്ടെ. പെട്ടെന്ന് കാലം ചെയ്തു പോകണമെന്നൊന്നും നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കില്ല, അങ്ങനെ ആഗ്രഹിക്കുവാനും പാടില്ല. പക്ഷേ അടിസ്ഥാനപരമായി അവരവരുടെ കാലം കഴിഞ്ഞ് അങ്ങ് പോകും. പക്ഷേ അവർക്കിനി ഈ സമൂഹത്തിൽ അവരവരുടെ സമുദായത്തിനിടയിൽ പോലും എന്തെങ്കിലും വില കിട്ടണമെങ്കിൽ ഒറ്റ വഴി അവരുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. എല്ലാ അഹങ്കാരവും മറന്ന് ഹൈന്ദവ ഐക്യത്തിനായി മുന്നിട്ടിറങ്ങുക. അത് കൃത്യമായി അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളൊരു ഭയം UDF ക്യാമ്പിലും LDF ക്യാമ്പിലും ഇപ്പോഴേ അലയടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇപ്പോൾ ഈ സമീപകാലത്ത്, അല്ലെങ്കിൽ ഇന്നേ ദിവസം മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പരക്കുന്ന ഈഴവർക്ക് ഇത്ര മന്ത്രിസ്ഥാനമേ ഉള്ളൂ, നായന്മാർക്ക് കൂടുതൽ മന്ത്രിസ്ഥാനമുണ്ട്, ഇടയിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഒരു തരത്തിലും ഈ ഐക്യം സാധ്യമാകരുത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇരുവരും ബുദ്ധിയില്ലാത്ത ആളുകളല്ല. ഈ കുത്തിത്തിരിപ്പുകൾ എന്തിനാണ് നടത്തുന്നത് എന്നത് അവർക്ക് വ്യക്തമായി അറിയാം. അവർ ഇന്നലെ ജനിച്ച കുട്ടികളല്ല. 2 പേരും കേരള രാഷ്ട്രീയം കണ്ട് അതിനെ കൈകാര്യം ചെയ്ത്, അവർ രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിരവധി കരുണാകരനും EMSും ഉൾപ്പെടെയുള്ള തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാക്കളെ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവരാണ് ഇരുവരും.
അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരാണ് ഇരുവരും. EMSൻ്റെയും കെ കരുണാകരൻ്റെയും പ്രതാപകാലത്ത് സുകുമാരൻ നായർ അധികാരത്തിലുണ്ടായിരുന്നില്ല, ശ്രീ നാരായണ പണിക്കരായിരുന്നു. അതിനു മുമ്പ് കിടങ്ങൂരായിരുന്നു. കിടങ്ങൂരൊക്കെയുള്ള കാലത്ത് NSSൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NSSൻ്റെ ഒരു പ്രതാപം എന്ന് പറയുന്നത് തന്നെ വേറൊരു രീതിയിലാണ്. SNDPയുടെ കാര്യത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് ഒരു വോട്ട് ബാങ്ക് എന്നുള്ള നിലയിൽ നിന്ന് മാറി SNDP ഒരു സാമുദായിക സംഘടനയായി ശക്തി പ്രാപിച്ച് ഈ കാണുന്ന പ്രതാപത്തിൽ എത്തിച്ചേർന്നു. അത്തരത്തിലൊരു വ്യത്യാസം വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ അവിടെയുമുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെയും അവരുടെ പ്രചാരണങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിൽ തഴക്കവും പഴക്കവും ശ്രദ്ധിച്ച സമുദായ നേതാക്കൾ തന്നെയാണിവർ. അതുകൊണ്ട് ഈ ഒരു കുത്തിത്തിരിപ്പ് അവർ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ ഞാൻ ഇന്നലെ ജനിച്ചയാളായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ ജനിച്ചയാളായിരിക്കണം. പക്ഷേ അങ്ങനെ അല്ലാത്തിടത്തോളം കാലം ഇതിനെയെല്ലാം അവഗണിച്ച് എല്ലാ അഹങ്കാരങ്ങളും മാറ്റിവെച്ച് ഹൈന്ദവ ഐക്യം എന്നുള്ളൊരു ലക്ഷ്യം നടപ്പാക്കിയാൽ വളരെ കാലമായി ഇരുവരും ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള, അതിൽ തന്നെ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള അത്തരത്തിലൊരു നീക്കം നടത്തി അത് സാധ്യമാക്കിയെടുത്താൽ, കൃത്യമായ രീതിയിൽ സാധ്യമാക്കിയെടുത്താൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, മുസ്ലിം ലീഗ് അല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ല, ഇനി അൽ-ഖ്വയ്ദ നേരിട്ടിറങ്ങി അവർക്കെതിരെ പ്രവർത്തിച്ചാലും കേരളത്തിൽ അത് ഫലം ചെയ്യില്ല എന്ന് മാത്രമല്ല, VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ, ഇപ്പോൾ അധികാരമേൽക്കുവാൻ പോകുന്ന മന്ത്രിസഭയിലുള്ള നേതാക്കൾ സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങില്ല എന്നുള്ളൊരു തണ്ടും ധാർഷ്ട്യവും ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. VD സതീശനല്ല, AO ഹ്യൂം കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പെരുന്നയിലും കണിച്ചുകുളങ്ങരയിലും പോയി ശയന പ്രദർശനം ചെയ്യും ഇത്തരത്തിലൊരു ഐക്യം ഉണ്ടായാൽ. കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായ AO ഹ്യൂം കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് സുകുമാരേട്ട നടേശേട്ട, നടേശേട്ട സുകുമാരേട്ട കൈമുത്തി വേണ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. കാരണം ഇത് പറയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് രാഷ്ട്രീയമായി ഉചിതമാണോ, ഒരു സാമൂഹ്യപരമായി അത്തരത്തിലുള്ളൊരു നീക്കങ്ങൾ നടത്തുന്നത് ശരിയാണോ എന്നുള്ള ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി സെക്യുലറിസത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ കീടം നിങ്ങളെ കടിച്ചതിൻ്റെ വിഷം ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇത് പ്രായോഗിക രാഷ്ട്രീയമാണ്. ഇത്തരത്തിൽ ഐക്യങ്ങളും വോട്ട് ബാങ്കുകളും കാണിച്ചുള്ള വിലപേശലുകളാണ് മറുവശത്ത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും, ഈ ചെറിയ മുസ്ലിം സംഘടനകൾ പോലും, ക്രിസ്ത്യൻ സംഘടനകൾ പോലും, ഓർത്തഡോക്സ് സഭയാണെങ്കിലും CP ജോൺ വരെ മന്ത്രിയാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ എത്തരത്തിലായിരിക്കും. അതും CP ജോൺ ആദർശധീരനായ, പണ്ട് യുക്തിവാദിയായിരുന്ന, അല്ലെങ്കിൽ ഈ താത്വികാചാര്യനാകുവാൻ വേണ്ടി ഉയർന്നു വന്നിരുന്നൊരു നേതാവെന്നുള്ള തലത്തിലല്ല അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അദ്ദേഹം ഏത് സഭയെ പ്രതിനിധീകരിക്കുന്നോ ആ സഭയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ളൊരു വിലപേശൽ നടത്തിയാൽ മാത്രമേ ഹൈന്ദവ സമൂഹത്തിന് ഇനി മുന്നോട്ട് സുഗമമായി പോകുവാൻ സാധിക്കൂ. തന്നെയുമല്ല, ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായർക്കും കൃത്യമായി അവർക്ക് ഉണ്ടായിരുന്നൊരു വിലയുടെ ഒരു ഭാഗമെങ്കിലും ഇത്തരത്തിലൊരു ഐക്യം സാധ്യമായാൽ അതിനും 10 മടങ്ങ് ഇരട്ടിയായി ആ ഒരു പ്രതിച്ഛായ അവരിൽ വന്നു ചേരും. തിരിച്ച് അവരുടെ വില വർദ്ധിക്കുകയും ചെയ്യും. സമൂഹത്തിനിടയിൽ, ഒരു പൊതുമണ്ഡലത്തിൽ, പൊതുസമൂഹത്തിനിടയിൽ അവരെക്കുറിച്ചുള്ള മതിപ്പും അവരുടെ ഒരു സ്വാധീനവും 10 മടങ്ങായി വർദ്ധിക്കും ഇത്തരത്തിലൊരു ഐക്യം സാധ്യമായ. അല്ല എങ്കിൽ വിസ്മൃതിയിലേക്ക് മറഞ്ഞു പോകുവാനുള്ള 2 വയോധികന്മാർ, അതിനപ്പുറം ഇന്നേ ദിവസം ഈ സമയം വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായരും കേരള സമൂഹത്തെ സംബന്ധിച്ച് ഒന്നുമല്ല. അവരുടെ വില എന്താണെന്ന് അവർക്ക് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അതിലൊരു സംശയവും വേണ്ട. അതിൽ നിന്ന് കരകയറി വരേണ്ടത് അവരുടെ ആവശ്യമാണെങ്കിൽ അതിന് അവരുടെ മുന്നിലുള്ള ഏക മാർഗം ഈ ഒരു ഐക്യം സാധ്യമാക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയുന്നു, AO ഹ്യൂം വരും, പെരുന്നയിലും വരും, കണിച്ചുകുളങ്ങരയിലും വരും, കണിച്ചുകുളങ്ങരയിലും വരും, പെരുന്നയിലും വരും. അങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്കും വ്യക്തിപരമായ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. കാരണം ഹൈന്ദവ സമൂഹത്തിന് ഗുണമുള്ളൊരു ഐക്യമായിരിക്കും അത്. സാധ്യമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ബുദ്ധിപരമായൊരു തീരുമാനം ഇരുവരും എടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും
ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.